നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ച സംഭവം അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി വി ശിവൻകുട്ടി. വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന യാത്രയ്ക്കിടെ വിദ്യാർത്ഥികൾ RSS ഗണഗീതം ആലപിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. മീൻ കയറ്റി വന്ന ലോറി ക്രെയിനിലേക്ക് ഇടിച്ചു കയറിയ അപകടം. അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ കണ്ണാടിക്കാടാണ് വാഹനാപകടം നടന്നത്. മീൻ കയറ്റി വന്ന ലോറി ക്രെയിനിൽ ഇടിച്ചു കയറ്റിയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റതിനെ തുടർന്ന് ക്രെയിൻ ഡ്രൈവറെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് മീൻ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടം ഉണ്ടാക്കിയത്. കണ്ണാടിക്കാട് ഭാഗത്ത് അരൂർ ഇടപ്പള്ളി ദേശീയപാതയിലെ പാലത്തിന് സമീപത്തെ വഴിവിളക്കുകൾ നന്നാക്കാനുള്ള ജോലി ക്രെയിൻ ഉപയോഗിച്ച് നടക്കുകയായിരുന്നു. ലോറി ക്രെയിനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബ്രേക്ക് കിട്ടിയില്ല എന്നാണ് ലോറി ഡ്രൈവറുടെ വിശദീകരണം. ഫോട്ടോ എടുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് വീണ യുവാവ് മരിച്ചു. കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് മിഷാലാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ദുബൈയിൽ വെച്ചായിരുന്നു സംഭവം. പരിക്കേറ്റ മിഷാലിനെ ഉടൻ ദുബൈ റാഷിദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ദുബൈയിൽ സന്ദർശക വിസയിൽ എത്തിയതായിരുന്നു മിഷാൽ. മുൻമന്ത്രി കെ രാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകും. CPIയുടെ പ്രതിനിധിയായാണ് കെ രാജു ബോർഡ് അംഗമാകുന്നത്. പുനലൂരിൽ നിന്നുള്ള നേതാവായ കെ രാജു CPI സംസ്ഥാന കൗൺസിൽ അംഗമാണ്. കെ ജയകുമാറിനെ പ്രസിഡന്റായി CPIM തീരുമാനിച്ചപ്പോൾ സാമുദായിക സമവാക്യം പാലിക്കേണ്ടതുണ്ടെന്ന തീരുമാനത്തിലേക്ക് CPI എത്തുകയായിരുന്നു. തുടർന്നാണ് കെ രാജുവിനെ പരിഗണിച്ചത്. മന്ത്രി KN ബാലഗോപാലിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട സംഭവം. ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തൽ. ധനമന്ത്രി KN ബാലഗോപാലിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഇടിച്ച കാറിന്റെ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തൽ. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി മാത്യു തോമസിനെതിരെ കേസെടുത്തു. വൈദ്യപരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയത്. ഇന്നലെ രാത്രി വാമനപുരത്ത് വെച്ചാണ് ധനമന്ത്രി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. മന്ത്രിയുടെ വാഹനത്തിലിടിച്ച ടാറ്റ നെക്സോൺ EV കാർ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റൊരു കാറിൽ ഇടിച്ച് എതിർഭാഗത്ത് വന്ന മന്ത്രിയുടെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ മന്ത്രി അടക്കമുള്ളവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.